തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ പരാതിയിൽ ബിന്ദുവിനെതിരെ പരാതി നൽകിയ വീട്ടമ്മയ്ക്കെതിരെ കേസെടുക്കാൻ SC കമ്മീഷന്റെ ഉത്തരവ്. കേസിൽ ഇരയായ ബിന്ദുവിന്റെ പരാതിയിൽ കവടിയാർ സ്വദേശി ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. ബിന്ദു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരതകൾ റിപ്പോർട്ടർ TVയാണ് പുറത്തുകൊണ്ടുവന്നത്. ബിന്ദു ജോലിക്ക് നിന്ന അമ്പലമുക്കിലെ വീട്ടിൽ നിന്നും 2.5 പവന്റെ മാല മോഷണം പോയതായി വീട്ടുടമ ഓമന ഡാനിയൽ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ 20 മണിക്കൂർ ചോദ്യം ചെയ്തു. ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് വിവസ്ത്രയാക്കി പരിശോധിപ്പിച്ചു. SI ഉൾപ്പെടെയുള്ളവർ മാലക്കള്ളി എന്ന് വിളിച്ചും അസഭ്യം പറഞ്ഞു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇതിനിടെ ബിന്ദു കുടിക്കാൻ വെള്ളം ചോദിച്ചു. ശുചിമുറിയിൽ നിന്ന് കോരി കുടിക്കാനായിരുന്നു SIയുടെ മറുപടി. ഇത്തരം ക്രൂരപീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നെങ്കിലും മാല പിന്നീട് പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ SC കമ്മീഷൻ ഉത്തരവിട്ടത്. ബിന്ദു സ്റ്റേഷനിൽ അനുഭവിച്ച പീഡനം കാണാതിരിക്കാൻ കഴിയില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. വ്യാജ പരാതി നൽകിയ വീട്ടുടമയ്ക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുത്ത് അന്വേഷണം നടത്താനാണ് പേരൂർക്കട SHOയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ ലഭിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SC കമ്മീഷന്റെ ഇടപെടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.